കവണിംഗ് കാസിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് എൻ്റെ തൊട്ട് ബാക്കിൽ കിടക്കുന്ന ക്രെറ്റയാണ്, ഹ്യുണ്ടായുടെ ക്രെറ്റ. അപ്പോൾ ഇത് SX എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്നേക്കുന്ന വാഹനമാണ്. SX VT ടെക്നോളജി വന്നേക്കണം. 1.5 ലിറ്റർ എഞ്ചിനാണ് വന്നേക്കണം. പിന്നെ ഓട്ടോമാറ്റിക്കാണ്, പെട്രോളാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ നമുക്കിത് ഫുൾ ഓപ്ഷനാണ്. അതുകൊണ്ട് എടുത്ത് പറയണം, ഫുൾ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ എല്ലാവിധ ഫീച്ചേഴ്സും നമുക്ക് ഈ വാഹനത്തിൽ കിട്ടുന്നുണ്ട്. ഇൻക്ലൂഡിങ് നമുക്ക് സൺറൂഫും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ നമുക്കത് ഫുൾ ഓപ്ഷനിൽ വന്നേക്കണ ഹ്യുണ്ടായുടെ ഒറിജിനൽ അലോയ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവിധ ഫീച്ചർ റിച്ച് ആയിട്ട് കിടക്കുന്ന ഒരു ഓട്ടോമാറ്റിക് ക്രെറ്റയാണ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വന്നുകൊണ്ടിരുന്നത്. എല്ലാവിധ ഫീച്ചേഴ്സ് റിച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവിധ ഫീച്ചേഴ്സും വരുന്നുണ്ട്, ഇൻക്ലൂഡിങ് വയർലെസ് ചാർജിങ് കൂടി ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ വന്നേക്കണ ഈ ഒരു ക്രെറ്റ ഫുൾ കണ്ടിട്ട് വരാം. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങൾ സംസാരിക്കാം. നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് ഒരു ക്രെറ്റ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നേക്കണം. അപ്പോൾ ക്രെറ്റ ഒരുപാട് സുഹൃത്തുക്കൾ ചോദിക്കുന്ന വാഹനമാണ്. അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ ഫുൾ ഓപ്ഷൻ ക്രെറ്റയാണ്. അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവിധ ഫീച്ചേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അലോയ്സ് ശ്രദ്ധിക്കുക. ഫുൾ ഓപ്ഷനിൽ വന്നേക്കുന്ന അലോയ്സാണ് നിങ്ങൾക്ക് വന്നേക്കണം. ഡയമണ്ട് കട്ട് അലോയ്സ് വന്നിട്ടുണ്ട്. കൂടാതെ തന്നെ നമുക്ക് സൺറൂഫ് വന്നിട്ടുണ്ട്. പിന്നെ ഒട്ടുമിക്ക ഫീച്ചേഴ്സ് ഇൻക്ലൂഡിങ് നമുക്ക് ഇതിനകത്ത് വയർലെസ് ചാർജിങ് അങ്ങനത്തെ സംഭവങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ഫുഡ് സ്റ്റെപ്പ് വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാ സംഭവങ്ങളോടും ഫുള്ളി ലോഡറായിട്ട് നിൽക്കുന്ന ഒരു ക്രെറ്റയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഈ കളർ ശ്രദ്ധിക്കുക. കളറ് ഒരുപാട് ആൾക്കാർ ചോദിച്ചിരുന്ന ഒരു കളറും കൂടിയാണ് ഈ ഒരു ക്രെറ്റ. കാരണം ഇതിൻ്റെ ആ ഒരു പ്രൊഫഷണലിസം അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ഫീലും കാര്യങ്ങളൊക്കെ തരുന്ന ഒരു കളറാണ് ക്രെറ്റയുടെ. അത് മാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ബോഡി ക്വാളിറ്റിയാണ് അടുത്ത ഹൈലൈറ്റ് ആയിട്ട് തോന്നുന്നത്. ഒരു രീതിയിലുള്ള സ്ക്രാച്ചോ ഡെൻറ്റോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഈ വാഹനത്തിൽ എവിടെയും കിട്ടുന്നില്ല. അതൊക്കെ തന്നെയാണ് വാഹനത്തിനെ എടുത്ത് ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ വാഹനം നോക്കാം കേട്ടോ. നല്ല നീറ്റായിട്ടിരിക്കുന്ന ഒരു വാഹനമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്കിനി ടോപ്പ് വ്യൂ നോക്കിക്കാം. നീറ്റായിട്ട് നിൽക്കുന്ന ടോപ്പ് വ്യൂ ആണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഓരോരോ ഭാഗങ്ങളിലേക്ക് പോയേക്കാം. ഫസ്റ്റിന് വീലാർച്ച് നോക്കാം. വീലാർച്ച് നല്ല നീറ്റായിട്ടിങ്ങനെ വീലാർച്ചാണത്. ഒരു സ്ക്രാച്ചോ കാര്യങ്ങളൊന്നുമില്ല. നല്ല ഗ്രിപ്പൊക്കെ ടയേഴ്സ്, പുത്തൻ ടയേഴ്സ് വേണമെങ്കിൽ പറയാം. അലോയ്സ് നോക്കാം. നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന അലോയ്സ് നമുക്കിവിടെ കാണാം. അതേപോലെ നമുക്കിവിടെ ബോണറ്റിലേക്ക് വരാം. ബോണറ്റിലായാലും സ്ക്രാച്ചോ ഡെൻറ്റോ കാര്യങ്ങളൊന്നും ബോണറ്റിലും നമുക്കിവിടെ കിട്ടുന്നില്ല. കാണാം. ഹെഡ് ലാംപ്സിലേക്ക് വരാം. ഹെഡ് ലാംപ്സ് ഇവിടെ നീറ്റായിട്ട് ഹെഡ് ലാംപ്സ് കാണാം. താഴെ ഫോഗ് ലാംപ്സും DRLs ഒക്കെ നീറ്റായിട്ടിരിക്കുന്നു. ബമ്പേഴ്സ് ശ്രദ്ധിക്കാം. ബമ്പേഴ്സ് ആയാലും ഫുൾ ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ബമ്പേഴ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ ഹെഡ് ലാംപ്സ് നോക്കാം. ഹെഡ് ലാംപ്സും നീറ്റായിട്ട് ഇരിക്കുന്നു. താഴെ ഫോഗ് ലാംപ്സും നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ വീലാർസ് നോക്കാം. ഈ വീലാർസ് ആയാലും ക്വാളിറ്റി തന്നെ ഇരിക്കുന്നുണ്ട്. നല്ല ഗ്രിപ്പും ടയേഴ്സ് ഉണ്ട്. അലോയ്സ് ആയാലും ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന അലോയ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. ഇനി രണ്ട് സൈഡ് പോർഷൻ നോക്കാം. ഇവിടെ സൈഡ് മിററും ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. രണ്ട് ഡോർ നോക്കാം. രണ്ട് ഡോറായാലും നല്ല നീറ്റായിട്ടിരിക്കുന്ന ഡോർസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ ഇവിടെ ഫുഡ് സ്റ്റെപ്പ് നോക്കാം. ഇതും കമ്പനി ഒറിജിനൽ ഫുഡ് സ്റ്റെപ്പ് തന്നെയാണ്. ക്രെറ്റയുടെ ബാഡ്ജിങ് കൂടി നമുക്കിവിടെ വരുന്നുണ്ട്. ഇവിടുത്തെ വീലാർസിലേക്ക് വരാം. ഈ വീലാർസ് ആയാലും നീറ്റായിട്ടിരിക്കുന്ന വീലാർസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സ് ആയാലും ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന അലോയ്സ് നമുക്ക് കൊടുക്കണം. അതേപോലെ തന്നെ നമുക്കിവിടെ റൂഫ് റെയിൽസും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ വരുന്നുണ്ട്. നമുക്ക് സൈഡ് പോർഷനും ബാക്കിലേക്ക് വന്നേക്കാം. ഇവിടെ ക്രെറ്റയുടെ ബാഡ്ജിങ് കാണാം. വിൻഷീറ്റിൽ ഡിഫോഗേഴ്സ് വരുന്നുണ്ട്. അതേപോലെ ഇവിടെ റിയർ വൈപ്പർ വരുന്നുണ്ട്. ബൂട്ട് നോക്കാം. ബൂട്ടായാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ബൂട്ടാണ്. ബമ്പേഴ്സ് നോക്കാം. ബമ്പേഴ്സിൽ ഇവിടെ റിവേഴ്സ് സെൻസേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് സൈഡ് പോർഷനിലേക്ക് വരാം. ഇവിടുത്തെ വീലാർച്ചും എയർ കണ്ടീഷൻ നോക്കാം. വീലാർസ് നീറ്റായിട്ടിങ്ങനെ വീലാർച്ച് കാണാം. നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സ് ആയാലും ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന അലോയ്സ് നമുക്കിവിടെ കാണാം. രണ്ട് ഡോറ് നോക്കാം. രണ്ട് ഡോറും ഇവിടെ ഭംഗിയിൽ തന്നെ ഇരിക്കുന്ന ഡോർസും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഡോറിന് ഓപ്പൺ ചെയ്തിട്ട് ഇൻറ്റീരിയേഴ്സും പരിചയപ്പെടാം. കീല സെൻറ്ററിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ ഡോർ പാഡ്സ് നോക്കാം. നല്ല ക്വാളിറ്റി തന്നെ ഡോർ പാഡ്സ് ആണ്. അതേപോലെ 4 പവർ വിൻഡോസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇവിടെ ഓർവിഎം കൺട്രോൾ കിട്ടുന്നുണ്ട്. ഇൻറ്റീരിയർ പോർഷൻ കാണാം. രണ്ട് സീറ്റ്സ് ആയാലും ക്വാളിറ്റി തന്നെ സീറ്റ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. നമുക്ക് ഡാഷ് ബോർഡും അതേപോലെ തന്നെ മ്യൂസിക് സിസ്റ്റം കാര്യങ്ങൾ നോക്കാം. എയർ ബാഗ് സപ്പോർട്ട് വരുന്നുണ്ട്. ഡാഷ് ബോർഡ് നോക്കാം. ഡാഷ് ബോർഡായാലും ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ഡാഷ് ബോർഡാണ്. അതേപോലെ മിഡിൽ നമുക്ക് മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെയും ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം, ഇതൊരു ഓട്ടോമാറ്റിക് വാഹനമാണ്. അതിൻ്റെ ഗിയർ നോബും കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെ നമുക്ക് വയർലെസ് ചാർജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എയർ ബാഗ് സപ്പോർട്ട് വരുന്നുണ്ട്. സ്റ്റിയറിംഗ് മൊത്തം കൺട്രോൾസ് ഉണ്ട് കേട്ടോ. എല്ലാവിധ സംഭവങ്ങളും ഇൻക്ലൂഡിങ് ക്രൂസ് കൺട്രോളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 37,000 കിലോമീറ്ററാണ് വാഹനം കവർ ചെയ്തിട്ടുള്ളൂ. അതേപോലെ തന്നെ നമുക്കിന്നെ ഇവിടുത്തെ ഡോർ പാഡ്സൊക്കെ നീറ്റായിട്ട് ഇരിക്കുന്നു. സീറ്റ്സ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന സീറ്റ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ നമുക്കൊരു സൺറൂഫ് വരുന്നുണ്ട്. അതെടുത്ത് പറയുന്നത് വാഹനം ഓണാക്കിയിട്ടില്ല, അതിൻ്റെ പേരാണ് പോകാത്തത്. ഫുൾ വർക്കിംഗ് സൺറൂഫാണ് വന്നേക്കണേ. അതേപോലെ റിയർ സീറ്റ്സ് നോക്കാം. സീറ്റ്സ് ആയാലും നീറ്റായിട്ടിരിക്കുന്ന സീറ്റ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സ് നമുക്കിവിടെ കാണിക്കാനുള്ളത്. പയ്യെ നമുക്കൊന്ന് എക്സിറ്റ് അടിക്കാം. അതിന് ശേഷം പാസഞ്ചർ സൈഡിലേക്ക് ഒന്ന് പോയേക്കാം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെയും ക്വാളിറ്റിയുള്ള ഡോർസ് നമുക്കിവിടെ കാണാൻ പറ്റും.
സീറ്റ്സ് നോക്കാം. സീറ്റ്സ് ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന സീറ്റ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു രീതിയിലുള്ള ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല. ആംറസ്റ്റ് ആയാലും ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. കുഴപ്പമില്ലാത്ത ലെഗ് റൂം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. റിയൽ എസിലെ വെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സ് നമുക്കൂടെ കാണിക്കാനുള്ളത്. നമുക്ക് എൻജിൻ ഭാഗവും അതേപോലെ ടയർ ബൂട്ട് കണ്ടീഷനും കാര്യങ്ങളൊക്കെ നോക്കി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ക്രെറ്റയുടെ ആ ഒരു എൻജിൻ ഭാഗം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ പെട്രോൾ ഓട്ടോമാറ്റിക് വാഹനമാണ്. യാതൊരു രീതിയിലുള്ള ഡാമേജോ അല്ലെങ്കിൽ ലീക്കേജോ കാര്യങ്ങളൊന്നും നമുക്കൂടെ വരുന്നില്ല. എഡ്ജസ് നോക്കാം. എഡ്ജസ് ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന എഡ്ജസ് നമുക്കൂടെ കാണാം. പേസ്റ്റിംഗ് ഒക്കെ നോക്കാം. അതേപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ഫ്രണ്ട് പോർഷൻ നമുക്കൂടെ കിട്ടുന്നുണ്ട്. കേട്ടോ, അതേപോലെ തന്നെ ഇവിടെ എഡ്ജസ് ഒക്കെ നോക്കാം. നമുക്ക് ലിഡിലേക്ക് നോക്കാം. ലിഡിൽ എന്തെങ്കിലും രീതിയിലുള്ളൊരു രണ്ടോ പാച്ചോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നോക്കാം. അല്ല, നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ലിഡ് നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിലേക്കായിരുന്നു വാഹനത്തിൻ്റെ എഞ്ചിൻ ഭാഗത്ത് നിന്ന് കാണിക്കാനുള്ളത്. നമുക്കിനി ബൂട്ടിലേക്കൊന്ന് പോയേക്കാം. ബൂട്ടിൽ എന്താണ് അവസ്ഥ ചെക്ക് ചെയ്തേക്കാം. ഞാൻ ലിഡും അപ്പ് ചെയ്യാണ്. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ക്രെറ്റയുടെ ബൂട്ട് സ്പേസ്. ഒരു പൊടിക്കൂല അഴുക്ക് നമുക്ക് കിട്ടുന്നില്ല. ഇത് ഹൈലൈറ്റാണത്. അതേപോലെ നമുക്കിനി എഡ്ജസിലേക്ക് നോക്കാം. എഡ്ജസ് ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്നു. ഒരു രീതിയിലുള്ളൊരു ഡാമേജോ പാച്ചോ കാര്യങ്ങളൊന്നും നമുക്ക് എഡ്ജസ്റ്റിലൂടെ കിട്ടുന്നില്ല. അതേപോലെ ലിഡിലേക്ക് വരാം. ലിഡായാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ലിഡാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതേപോലെ ലോവർ പോർഷനിലേക്ക് വരാം. ഇവിടെയും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ആ ഒരു എഡ്ജസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് സ്പെയർ വീലിലേക്ക് പോയേക്കാം. ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പുത്തൻ എന്നാൽ റോഡ് തൊടാത്ത സ്പെയർ വീലാണത്. സ്പെയർ വീൽ റൂമായാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന സ്പെയർ വീൽ റൂമും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അല്ലോ, അപ്പോൾ ഇതിനൊക്കെയാണ് വാഹനത്തിന് ഇൻറ്റീരിയേഴ്സ് ആൻഡ് എക്സ്റ്റീരിയേഴ്സ്. ഇനി നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. അപ്പോൾ എല്ലാവരും ഈ ഒരു വാഹനം ഫുള്ള് കണ്ടു കഴിഞ്ഞു. ഞാൻ ഫുള്ള് വീഡിയോ കാണിച്ചിട്ടുണ്ട്. ഇൻറ്റീരിയേഴ്സ് എക്സ്റ്റീരിയേഴ്സ് എല്ലാം വിശദമായിട്ട് കാണിച്ചിട്ടുണ്ട്. നമുക്ക് റേറ്റിലേക്ക് കടക്കാം. റേറ്റിലേക്ക് കടക്കണേക്കാൻ മുമ്പ് എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്തൊന്ന് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായുള്ള അപ്ഡേറ്റ്സ് ഡെയിലി നിങ്ങളിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നതാണ്. ഇത് നമുക്ക് ഈ ഒരു ക്രെറ്റയുടെ ആസ്കിംഗ് പ്രൈസ് അതിനൊക്കെ മുമ്പേ വാഹനം